കോടതി ഉത്തരവ് നിലനിൽക്കെ പണ്ടാരം ഭൂമി സംബന്ധിച്ച് പുതിയ ഉത്തരവിറക്കിയ ലക്ഷദ്വീപ് കളക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശനം. കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ കാരണമറിയിക്കാൻ നിർദ്ദേശം, സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ലക്ഷദ്വീപിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ സംഭവം, അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ. വലിയ തരത്തിലുള്ള വിമർശനമാണ് കളക്ടർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് കോടതി പറയുന്നത്? സ്വാതി, കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കെ പണ്ടാരം ഭൂമി സംബന്ധിച്ച് കൂടുതൽ നടപടികൾ എന്തിന് എന്നായിരുന്നു ഹൈക്കോടതി ഇന്ന് ചോദിച്ചത്. ഇത് വിശദമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുപണം ചിലവാകുമല്ലോ എന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ ഈ കളക്ടർ നേരിട്ട് വിളിച്ചു വരുത്തുമായിരുന്നു എന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. പണ്ടാരം ഭൂമി ഏറ്റെടുക്കാൻ നേരത്തെ നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്ത് ലക്ഷദ്വീപുകാർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കളക്ടർ മുഴുവൻ പണ്ടാരഭൂമിയും പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ ഹർജിക്കാർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഹർജിക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് 2 മാസത്തേക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ ദ്വീപുകളിൽ സർവേ അടക്കമുള്ള പരിശോധന നടക്കുന്നതായി ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് സ്റ്റേ ഉത്തരവ് നിലനിൽക്കെ കളക്ടർ സ്വീകരിച്ച നടപടി എന്തിന് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്ന വിമർശനം ഉയർന്നത്. തുടർന്ന് സ്റ്റേ ഒഴിവാക്കിയിട്ടുള്ള അവരുടെ ഭൂമി ഒഴിവാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഇന്ന് നിർദ്ദേശം നൽകി. സർക്കാർ നേരത്തെ ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാത്തതിനെയും കോടതി ഇന്ന് വിമർശിച്ചു. ശരി ഷബ്ന, കോടതി ഉത്തരവ് നിലനിൽക്കെ പണ്ടാരം ഭൂമി സംബന്ധിച്ച് പുതിയ ഉത്തരവിറക്കിയ ലക്ഷദ്വീപ് കളക്ടർക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ആ വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.